രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി അഥവാ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ജയ്പൂരിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പം അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ബാഗെല്ലാം റൂമിലെല്ലാം കൊണ്ട് സേഫായിട്ട് വെച്ചതിന് ശേഷം ജയ്പൂരിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു ടൗൺ ഏരിയയാണ്, ക്യാപിറ്റൽ സിറ്റിയല്ല. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ ടൗൺ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ചെറിയ മഴയുടെ കോളും സംഭവങ്ങളെല്ലാം ഉണ്ട്. 1-2 ആഴ്ച മുന്നേ ഇവിടെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് ജയ്പൂർ ഫുള്ള് ഫ്ലഡായിരുന്നു. ഇപ്പോഴും നമ്മൾ മാപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഫ്ലഡിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോഴും ആ ഒരു വെള്ളപ്പൊക്കവും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വലിയ പ്രശ്നമില്ല, പക്ഷേ എങ്കിലും മഴ ചാറ്റലും സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറാനും ഒക്കെ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം, രാജസ്ഥാനിൽ അവസാനം നമുക്ക് ജയ്പൂർ വരാമെന്നുള്ള പ്ലാനിലെടുത്തത്. ഇവിടെ അടുത്ത് കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്, കുറേ ബിൽഡിങ്ങുകളും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് കാണാൻ. പക്ഷേ എനിക്ക് ആദ്യം തന്നെ ഹവാമഹൽ കാണണമെന്നാണ്. കാരണം നമുക്ക് ജയ്പൂർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹവാമഹലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഹവാമഹൽ കണ്ടുകൊണ്ട് ജയ്പൂർ നമുക്ക് കണ്ടു തുടങ്ങാമെന്നുള്ള എൻ്റെ ഒരു പ്ലാനിൽ ഞാനിപ്പോൾ ഹവാമഹലിലോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, റോഡിലൊക്കെ നല്ല തിരക്കും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്. ഇത് 1 വേ ആണ്, അങ്ങോട്ട് മാത്രമേ വണ്ടികൾ പോകത്തുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററാണ് ഹവാമഹലിലോട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ ഇന്നത്തെ ദിവസമെങ്കിലും ചതിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്ക് ജയ്പൂർ നല്ല രീതിയിൽ ഫുള്ള് കണ്ടു തീർക്കാമായിരുന്നു. അപ്പം നമുക്ക് ഹവാമഹലിലോട്ട് നടക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് അജ്മേറി ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ പ്രാവിനെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടോ. ഇവിടെ കാണാൻ നല്ല രസമില്ലേ. ഇവിടെ 3 എൻട്രൻസ് ഉണ്ട് കേട്ടോ, 3 ഗേറ്റ് ഉണ്ട്. നമ്മളില്ല തീൻ ദർവാസയൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ സെയിം സംഭവമാണ്. ഇതാണ് അജ്മേറി ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവഴിയാണ് വന്നത്. നമുക്ക് ഇതിനുള്ളിൽ കൂടെ കയറിയിട്ട് 1 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കാണ് ഹവാമഹൽ. ഇവിടുത്തെ ഒരു വൈബ് തന്നെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇവിടെ കുറേ പീജിയൻ ഫീഡിങ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ. നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് ഇവിടെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അടിപൊളിയല്ലേ, നല്ല രസമില്ലേ കാണാൻ. ഈ ഒരു പീജിയണും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അജ്മേറി ഗേറ്റും എല്ലാം കാണാനായിട്ട്. അതിനകത്തുള്ള കുറേ ആർട്ട് വർക്കൊക്കെ കണ്ടില്ലേ. ഈ രാജസ്ഥാനി ആർട്ട് വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അത് പലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്യുമ്പോഴായാലും അത് വീണ്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതുവഴി നേരെ നടന്നിട്ട് ഹവാമഹലിലോട്ട് പോവാം. ഈ ഗേറ്റ് വഴി നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് കണ്ടു ഇവിടെ ഫുള്ള് സ്ട്രീറ്റുകളാണ്. ഇത് ഇന്ദിരാ ബസാർ സ്ട്രീറ്റാണ് ഇതിനകത്തോട്ട്. അയ്യോ, മൊത്തം ട്രാഫിക്കാണ്, വണ്ടിയൊക്കെ കണ്ടില്ല കയറി പോകുന്നത്. ഇങ്ങോട്ട് ബസാറാണ് കണ്ടോ. അകത്തോട്ട് കുറേ ഷോപ്പുകളുണ്ടോ, ഡ്രസ്സിൻ്റെ ഫുള്ള് ഷോപ്പുകളാണ് ഉള്ളിലോട്ടൊക്കെ. 2 സൈഡിലെ റോഡിൽ അത് മൊത്തം ഷോപ്പുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകിട്ട് ഇങ്ങോട്ട് വരാം. വൈകിട്ട് വരുമ്പോഴത്തേക്കല്ലേ ഇവിടെ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിഷാൻ പോൾ ബസാറാണ് ആ ഒരു ഭാഗത്തോട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെയൊക്കെ കളറ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഭയങ്കര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് തന്നെ കാണാനുണ്ട്. 2 സൈഡിലെയും കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി ബിൽഡിങ്ങുകളും ഒരേ പെയിൻറ്റിലെല്ലാം ഒരേ കളറിങ്ങിൽ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഇട്ടേക്കുന്ന ഒരു സിറ്റിയാണ്. നമ്മൾ ഹവാമഹലിൻ്റെ അടുത്തെത്തി. എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹവാമഹൽ. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. എനിക്കൊന്ന് കുറച്ച് ആ ബാക്ക് സൈഡ് അങ്ങോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു വ്യൂ കിട്ടും. കണ്ടോ, ഇതാണ് ഹവാമഹൽ. ജയ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ഈ ഹവാമഹൽ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ല, ഇത് ഫോട്ടോ സ്പോട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഇതിൻ്റെ ഇത് കിട്ടും. നമുക്കിതിന് ഉള്ളിൽ കയറാനും പറ്റും, ഈ ഹവാമഹലിൻ്റെ ഉള്ളിൽ കയറാനും പറ്റും. അത് നമ്മൾ വന്ന വഴിക്ക് ആ സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോറിനേഴ്സും ബാക്കി ടൂറിസ്റ്റൊക്കെ വന്ന് എല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ആ ഭാഗത്തോട്ട് ഈ സൈഡിലോട്ടൊക്കെ ഫുള്ള് ഷോപ്പുകളൊക്കെയാണ്. ഇതിനപ്പുറത്ത് നമുക്ക് എൻട്രി പോയിൻറ്റ് 2 സൈഡിൽ, ഈ സൈഡിലും ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ വന്നത് ആ ഒരു വശത്തുനിന്ന് ആ സൈഡിലും ഇതിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കയറുന്നത്, അകത്ത് കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ നമുക്ക് നല്ലൊരു വ്യൂ ഇതിൻ്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ആ കഫേയുടെ മേളിലോ കയറി കഴിഞ്ഞാലേ കാണത്തുള്ളൂ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഇതിൻ്റെ മൊത്തത്തിലൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. ഞാനങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിന്ന് കണ്ടോ, ഇവിടുന്ന് കണ്ടോ ഇതിൻ്റെ ഫുൾ സ്ട്രെച്ചിലുള്ള നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ആ ഫ്രണ്ടിലത്തെ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ക്ലിയർ വ്യൂ കിട്ടത്തില്ല.
ഇവിടുന്ന് ഉണ്ടോ അടിപൊളിയായിട്ട് കാണാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കഫേ ഉണ്ട്. നമുക്ക് ഈ കഫേൻ്റെ മേളിൽ കയറിയാലും ഇതിൻ്റെ റൂഫിൽ നിന്ന് നല്ല ടോപ്പ് നല്ല കിടിലൊരു വ്യൂ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഹവാ മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് എൻട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ ഹവാ മഹലിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഹവാ മഹലിൻ്റെ ഉള്ളിൽ കയറാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ എത്ര കണ്ടിട്ട് മതി വരുന്നില്ല. അതിരി ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സീരിയസ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ ഓരോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലപ്പോൾ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാം. ഇതുവഴി വേണം നമുക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഇവിടെ ഭയങ്കര ട്രാഫിക്കും തിരക്കും ഒക്കെയാണ്. അതിൻ്റെ ഒരു ബഹളം മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാറുണ്ടോ. വേ ടു ഹവാ മഹൽ. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഇതാണ് ഹവാ മഹലിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ കാണാൻ, നല്ല രസമുണ്ട്. ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. നമുക്കിതിൻ്റെ മേളിൽ കയറാൻ പറ്റുന്നതുകൊണ്ട് ആ പോയിന്റ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇത് ഇവിടെ നിന്ന് കയറി ഇങ്ങനെ സ്റ്റെയർ കയറി മേളിൽ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കൊന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിയ വ്യൂ ഒന്നും കാണാൻ വേണ്ടിയിട്ട് കാണത്തില്ല. കാരണം നമ്മൾ ആ ഫ്രണ്ടിലുള്ള വ്യൂ അല്ലേ മെയിൻ ആ ഒരു വ്യൂ. പിന്നെ ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയുടെ വ്യൂ നല്ലപോലെ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഹവാ മഹലിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കൂടുതലായിട്ട് മേളിലൊക്കെ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ ഏറ്റവും ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഏറ്റവും മേളിലെത്തി. എൻ്റെ അമ്മ, അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ ഭയങ്കര തിരക്കാണ്, നിൽക്കാൻ പോലും സ്ഥലമില്ലല്ലോ. എൻ്റെ അയ്യോ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ആ കാണുന്നത് ജന്തർ മന്ദിറാണ് ആ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അതൊരു ഫോർട്ടാണ്. ആ ഫോർട്ടിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതാണ് ആ ഒരു ഫോർട്ടാണ്. അതിൻ്റെ പേര് ഞാൻ വിട്ടു. പിന്നെ ഇതെല്ലാം ഓരോ സംഭവങ്ങളാണ് ഇവിടുത്തെ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ കണ്ടോ. ഇതാണ് നമ്മൾ കാണുന്ന ആ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. കണ്ട ജനൽ തുറന്നിട്ടേക്കുന്നതായിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ആ ഒരു സിറ്റിയുള്ള തിരക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുവരെ തിരക്കാതെ നോക്കിയാൽ മൊത്തം ട്രാഫിക് ബ്ലോക്ക്. കണ്ടില്ലേ, ഇതാണ് ജയ്പൂരത്തെ ട്രാഫിക് എന്ന് പറയുന്നത്. ഭയങ്കര തിരക്ക്. ആ ഒരു വഴിയിലോട്ട് നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടില്ലായിരുന്നു, ഭയങ്കര തിരക്കാണ്. കണ്ടില്ല, അവിടുത്തെ തിരക്ക് കണ്ടോ, എന്തോ ഒരു ബ്ലോക്കാന്ന് നോക്കി. നമുക്കപ്പോൾ താഴോട്ട് ഇറങ്ങാം, തിരിച്ച് നമുക്ക് ഇറങ്ങാം. കാരണം മുകളിൽ ഭയങ്കര തിരക്കാണ്, നിൽക്കാൻ പോലും സ്ഥലമില്ല. നമ്മൾ 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അപ്പോഴേ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് ഇറങ്ങാം തിരിച്ച്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, എല്ലാ ബിൽഡിങ്ങും അതേപോലെ കളറാണ്. ഇതാണ് പിങ്ക് കളറ്. ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പിങ്ക് അല്ല, ഒരു ഇടത്തരം പിങ്ക്. കാരണം അങ്ങോട്ടുള്ള ബിൽഡിങ്ങുകളും എല്ലാം പിങ്ക് കളറാണ്. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. പക്ഷെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് സിറ്റി എന്ന് തോന്നത്തില്ലല്ലോ. ഇവിടെ വേറെ കളറാണല്ലോ എടുത്തേക്കുന്നത്. എന്തായാലും കൊള്ളാം, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഞാൻ ഹവാ മഹലിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്നപ്പോഴത്തേക്ക് കണ്ടൊരു സാധനം ഉണ്ടല്ലോ, ജന്തർ മന്ദിർ. നമ്മൾ ജന്തർ മന്ദിറിലോട്ടാണ് പോണത്. അത് ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ്. ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടി ഒന്നും കൂടെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ജന്തർ മന്ദിർ കാണാൻ വേണ്ടി പോവാം. ഞാനങ്ങനെ ജന്തർ മന്ദിറിൻ്റെ ആ ഭാഗത്തെത്തി. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം, അതുകൊണ്ട് അതുവഴി വേണം ഉള്ളിൽ കയറാനായിട്ട്. ഇവിടെ ജന്തർ മന്ദിറുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടല്ലേ, ഇത് സിറ്റി പാലസ് ആണ്. അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 2 എണ്ണം നമുക്ക് കയറാൻ പറ്റും. ഇത് ഹവാ മഹൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ്. ആ ഹവാ മഹലിൻ്റെ ബാക്ക് സൈഡാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ജന്തർ മന്ദിറും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സിറ്റി പാലസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജന്തർ മന്ദിറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം ഇതിനകത്ത് കയറാം. ഞാനങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത്. ഇവിടെയും 52 രൂപയാണ് ടിക്കറ്റ്. അതെന്ത് സാധനം, വെറുതെ ഇടങ്ങേറാക്കാനായിട്ട് 52 രൂപ ടിക്കറ്റ്. എനിക്കൊന്ന് എല്ലായിടത്തും ഇതുപോലെ 52 ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ചില്ലറയില്ല, പിന്നെ അവരുടെ ചില്ലറ. പിന്നെ ഗൂഗിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഇല്ല. ഒരു ദിവസം നമ്മളൊരു 5-6 സ്ഥലത്ത് അല്ലെങ്കിൽ 2-3 സ്ഥലത്ത് കയറുമ്പോൾ തന്നെ പിന്നെ ഫുഡ് കഴിക്കുന്നത് ഇതെല്ലാം നമ്മൾ UPI ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് തീരും ലിമിറ്റ്. ഞാനങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് ഇതുവഴി ഇതിൻ്റെ ഉള്ളിൽ കയറി. ജന്തർ മന്ദിറിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് ഹവാ മഹൽ കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ ഉള്ളത് ജന്തർ മന്ദിറിൻ്റെ അകത്താണ്. ഈ ജന്തർ മന്ദിർ ജയ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ തന്നെ സൺ ഡയലായിട്ടുള്ള ക്ലോക്കാണ്. സൺ ഡയൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ക്ലോക്കും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ സൂര്യൻ്റെ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ ഷാഡോയും അത് വെച്ചിട്ടല്ലേ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സൺ ഡയൽ ക്ലോക്കാണ് ഈ ജന്തർ മന്ദിർ ജയ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഷാഡോസൊക്കെ ഓരോ സ്ഥലത്ത് വീഴുന്ന, ഓരോ കോർണറിൽ അതിൻ്റെ ഷാഡോ വീഴുന്ന അനുസരിച്ചാണ് പണ്ട് അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അങ്ങനത്തെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളതാണ് ഈ ഒരു ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെ ഗൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ അവരെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഞാൻ ഡൽഹി പോയ സമയത്ത് ജന്തർ മന്ദർ പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഗൈഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ എനിക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു 4-5 കൊല്ലം മുന്നേ ആയതുകൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റ് ഐഡിയ ഇല്ല, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്, ഓരോ വിൻഡോസ് ഇങ്ങനെ കൊടുത്തേക്കുന്നതിനും പിന്നെ ഇതിൻ്റെ ആംഗിൾസിനൊക്കെ ഓരോ പ്രത്യേകതയുണ്ട്. കൂടുതൽ അറിയണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൈഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ഗൈഡ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഗൈഡിനെ എടുക്കാം. ഗൈഡിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് സംഭവങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ ജന്തർ മന്ദർ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി. അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നുള്ളൂ. ജന്തർ മന്ദർ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോളൂ. അപ്പം ജന്തർ മന്ദർ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് പോകാൻ പോണത് ആംബർ ഫോർട്ടിലോട്ടും പിന്നെ അതുപോലെ തന്നെ ജൽമഹലും കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. നമുക്ക് നടന്ന് എന്തായാലും പോകാനാവില്ല. കാരണം ഇവിടുന്ന് 7.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഈ ഒരു ഹവാമഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവിടെ പോകാനായിട്ട് 7.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഹവാമഹലിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പം അത്രയും ദൂരമുണ്ട്. പിന്നെ ഉച്ച സമയമാണ്. നമുക്ക് എന്തായാലും നടന്നൊന്നും പോകുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് പോകാം. ഓട്ടോയോ അല്ലാന്നുണ്ടെങ്കിൽ ബസ്സോ ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് ജൽമഹലും ആംബർ ഫോർട്ടും കാണാൻ വേണ്ടിയിട്ട് പോവാം. ഞാനങ്ങനെ ബസ് എടുത്തിട്ട് നമ്മൾ ആംബർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ വന്ന് ബസ് ഇറങ്ങി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ ആംബർ ഫോർട്ടാണ്. ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അടിപൊളി ഫോർട്ടുകളിൽ ഒരെണ്ണമായിരിക്കും ഇത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. കണ്ടോ, ആ ഒരു കായലിൻ്റെ സൈഡിൽ അല്ലെ ആ ഒരു റിവറിൻ്റെ സൈഡിലുള്ള ആ ഒരു ഫോർട്ട് കണ്ടില്ലേ, എന്ത് അടിപൊളിയാണ്. ബസ്സിന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫോർട്ടാണ് ഈ ആംബർ ഫോർട്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്താണ്, അവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കച്ചവടങ്ങളും വണ്ടികളൊന്നും കാണാത്തത്. ആ ഭാഗത്താണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. അതുകൊണ്ട് ആ മലേൻ്റെയൊക്കെ മുകളിൽ കണ്ടില്ലേ, അതെല്ലാം ആ ഫോർട്ടിൻ്റെ ഭാഗമാണ്. മറ്റേ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കണക്ക് കുറേ ഇതിനകത്തും കൊണ്ടാവും വളഞ്ഞു തിരിഞ്ഞ് കുറേ ആ ഫോർട്ടിൻ്റെ മതിലും ഉണ്ടോ ആ വഴി പോയേക്കുന്നത്. അങ്ങോട്ട് ഒരുപാടുണ്ട്. ആ കാട്ടിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ ഈ ഫോർട്ടിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള മറ്റേ ജീപ്പ് സഫാരി സംഭവങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻട്രൻസിൻ്റെ ഇവിടെയും ജീപ്പൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്. ഇതാണ് മെയിൻ ആ ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മഴക്കാറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പം ഇതാണ് മെയിൻ ഫോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഭാഗമാണ് ഇത് ചുറ്റും എല്ലാം കണ്ടില്ലേ, നമ്മൾ ഈ സൈഡിലുള്ള മലേൻ്റെ മേളിലും എല്ലാം കണ്ടില്ല ആ ഫോർട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ട് വാൾ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് അങ്ങ് നിങ്ങൾ കാണുന്നുണ്ട് ഒരെണ്ണം, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അങ്ങ് ആ മലേൻ്റെ മേളിൽ കണ്ടില്ലേ, അതും എല്ലാം ഈ ഫോർട്ടിൻ്റെ തന്നെ കോമ്പൗണ്ട് വാളാണ്. ഇത് ഫുള്ളായിട്ട് ഇത്രയും മല മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്. പണ്ടത്തെ ഭയങ്കര വലിയ ഫോർട്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ വ്യൂ കണ്ടില്ലേ, അടിപൊളിയല്ലേ. സത്യം പറഞ്ഞാൽ എന്ത് രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വന്നതെല്ലാം ഇതുപോലെ കാട് ഏരിയക്കകത്തൂടെയാണ് കയറി വന്നത്. എന്നിട്ട് അവിടെ ഒരു എൻട്രൻസ് കവാടം കയറി നമ്മളിങ്ങനെ അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു കാട് മാറിയിട്ട് പെട്ടെന്ന് ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു വ്യൂ കിട്ടി. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങ് പോയി ബസ്സിന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു വരികയായിരുന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ബസ് ഇറങ്ങിയത് ആ ഒരു ഭാഗത്താണ്, ആ എൻട്രൻസിൻ്റെ അവിടെയാണ് ഇറക്കിയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നടന്നു. എൻ്റെ ഒപ്പം അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആ ഒരു അവിടെ നിന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കണ്ടില്ല ആ ഫോർട്ടിൻ്റെ വ്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. ഭയങ്കര വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. പക്ഷെ മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. നമ്മൾ ഇതുവഴി ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അകത്തോട്ട് പോയി. ഇവിടെ എങ്ങനെ ടിക്കറ്റ് കൗണ്ടറൊന്നും കാണുന്നില്ല. ഇനി ഇതിനകത്താണോ എന്ന് അറിയത്തില്ല. ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ചെക്ക് ചെയ്തൊക്കെ എവിടെയാണെന്നുള്ളത് ഇതുവഴി പോയി നോക്കാം. വേണ്ട, ഇതുവഴിയാണ് അകത്ത് കയറുന്നത്. അവിടെ മിക്കവാറും ടിക്കറ്റ് കൗണ്ടർ കാണുമെന്ന് തോന്നുന്നു. നമുക്ക് ഇതുവഴി ഉള്ളിൽ കയറാം. ഇവിടെ നല്ല ഈ ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഈ ആംബർ ഫോർട്ടിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിനടുത്തെത്തി. ഇവിടെ നിന്ന് അകത്ത് കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിന് ഉള്ളിലോട്ടൊക്കെ പോകാനായിട്ട്, ഫോർട്ടിനകത്തോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഞാനങ്ങനെ ഈ ഫോർട്ടിൽ കയറാൻ ടിക്കറ്റ് എടുത്ത്. ഇവിടെ 102. ഈ 2ൻ്റെ കണക്കണം വല്ലാത്ത ശല്യമാണ്. ഈ എൻട്രൻസ് വഴി നമ്മൾ അകത്ത് കയറി.
അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫോർട്ടിൻ്റെ ഈ ഒരു വ്യൂ ഉണ്ടില്ലേ, അടിപൊളിയല്ലേ. എനിക്കത് ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറേ വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ, കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ അത്യാവശ്യം ഇന്ന് വലിയ തിരക്കില്ല, താഴെ നല്ല തിരക്കായിരുന്നു, മേളിലോട്ട് അത്രയും വലിയ തിരക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് അടിപൊളി വ്യൂ ആണ്, നമുക്ക് പുറത്തോട്ടുള്ള ഒരു ടൗണിൻ്റെ വ്യൂവും സംഭവങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇതുവഴിയാണ് നമ്മൾ നേരത്തെ കയറി വന്ന ഒരു ഏരിയയാണിത്. നമ്മൾ അതുവഴിയാണ് കയറി വന്നത് മേലെ കൂടെ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനകത്തോട്ട് കയറിയത്. ആ ഒരു ടൗണിൻ്റെ വ്യൂ ഉണ്ടോ അവിടുന്ന്, ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും കയറാൻ പറ്റും. അപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും അവിടുന്ന്. ഇത് കണ്ടില്ലേ, ഇതാണ് ആ ഒരു ആംബർ ഫോർട്ട് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. 1600 കാലഘട്ടങ്ങളിൽ ഇവിടെ നിർമ്മിച്ചതാണ് ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. മുഗൾ ആർക്കിടെക്ചറിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി വന്ന രാജ്പുട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സംഭവത്തിലാണ് ഇത് ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്നത്. രാജ്പുട്ട് സ്റ്റൈലിലാണ് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നതും ബിൽഡ് ചെയ്തേക്കുന്നതും. അത് ഇൻഫ്ലുവൻസ് ആയി വന്നതെന്ന് പറയുമ്പോൾ മുഗൾ ആർക്കിടെക്ചറിൽ നിന്നാണ് അത് ഇൻഫ്ലുവൻസ് ആയി വന്നത്, ഈ ഒരു രാജ്പുട്ട് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് ഈ രാജസ്ഥാനിലെ മിക്ക ഇതുപോലത്തെ ഫോർട്ടുകളും എല്ലാം ഈ ഒരു ജയ്പൂർ ഈ സൈഡിലുള്ള ഫോർട്ടുകൾ, ഇതിനപ്പുറത്ത് 1-2 ഫോർട്ടുകളും കൂടെ ഉണ്ട്, അതെല്ലാം ഈ ഒരു രാജ്പുത്ത് ആർക്കിടെക്ചറിൽ 1600 1700 ആ കാലഘട്ടങ്ങളിൽ വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും, കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ അതല്ല, ഇവിടുത്തെ മെയിൻ സംഭവം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഹാളിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് കണ്ടോണേ, എന്ത് രസമെന്ന് അറിയാമോ. കുറേ മറ്റേ മിററും, പിന്നെ അതുപോലെ തന്നെ കുറേ സിൽവർ കളറിൽ എന്തൊക്കെയോ സംഭവങ്ങൾ, കൂടുതലും മിററാണ് ഉണ്ടോ. അടിപൊളിയല്ലേ, ഇതിൻ്റെ അകം കാണാനായിട്ട് എത്ര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. ഇതിൻ്റെ ഉള്ളിൽ, ഇതിനകത്തും അതുപോലെ തന്നെയാണ് കേട്ടോ, ഫുൾ അടിപൊളിയല്ലേ. ഇതാണ് ഇതിൻ്റെ മേളിൽ വരുമ്പോൾ നമുക്ക് കാണാനുള്ളത്. ഭയങ്കര അട്രാക്ഷനാണ് ഈ ഒരു സംഭവം കാണാനായിട്ട്. അവിടെ കണ്ടില്ലേ മിററൊക്കെ കണ്ടോ, ഹൈ ഹൈ കണ്ടോ. ഫോർട്ടും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, സുവനീർ ഷോപ്പുകൾ. നമ്മൾ നേരത്തെ സുവനീർ വാങ്ങിയായിരുന്നു പുറത്തുനിന്ന്, അതുകൊണ്ട് പിന്നെ അതുപോലെ ഇവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അത്ര വലിയ ഫോർട്ടൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് കുറച്ച് കാണാനുള്ള കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ഇറങ്ങാം തിരിച്ച് പുറത്തോട്ട്. ആംബർ ഫോർട്ട് എന്ന് പറയും, കണ്ടില്ല എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ആംബർ ഫോർട്ട് എന്ന് പറയുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങി. അപ്പം അവിടുന്ന് ഇറങ്ങി ഇതുവഴി നമ്മളൊരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫോർട്ടിലെത്തും. അതായത് തൊട്ട് അപ്പുറത്തുള്ള ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള മലേൻ്റെ മേളിൽ അടുത്തൊരു ഫോർട്ടുണ്ട്. ആ ഫോർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ജയ്ഗർ ഫോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ജയ്ഗർ ഫോർട്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററും, പിന്നെ റോഡ് വഴി കണ്ടോ, ആ റോഡ് നമ്മൾ കണ്ടില്ലേ, അപ്പോൾ ആ റോഡ് വഴി പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 12 കിലോമീറ്ററാണ് ഉള്ളത് ബൈ റോഡ്. നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റോഡ് വഴി ഇങ്ങനെ നടന്നു പോയാൽ, ഈ ഫോർട്ടിന് അടുത്തുകൂടെയുള്ള ഈ റോഡ് വഴി നടന്നു പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജയ്ഗർ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു ഫോർട്ടിനടുത്ത് എത്താറായി. ഞാൻ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പോയ ഫോർട്ട് കാണിച്ചായിരുന്നു. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ ഫോർട്ട് കണ്ടോ. അവിടെ നമ്മൾ ഇതാണ്ട് ഈ റോഡ് വഴി ഇങ്ങനെ കയറി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഉണ്ട് കയറാനായിട്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ കാണുന്നത്, അതുകൊണ്ട് ആ ബാക്കിൽ കാണുന്നില്ലേ, അവിടെ വരെ നമുക്ക് എത്താനുണ്ട്. മൊത്തത്തിൽ താഴ്ന്ന് 1.7 കിലോമീറ്ററാണ് ഉള്ളത്. ഇതുപോലെ ഇങ്ങനെ നടന്ന് വരാം. ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നുണ്ടാണ്, മലയല്ലേ, അത് കാരണം ഇങ്ങനെ വളഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മേളിലത്തെ ഫോർട്ടിലോട്ടാണ് പോണത്. അപ്പം മേളിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഞാനങ്ങനെ ജയ്ഗർ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ വേണ്ട ടിക്കറ്റ് എടുത്ത് 150 രൂപ, രണ്ടിൻ്റെ കണക്കൊന്നുമില്ല, 150 പെർഫെക്റ്റ്. ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത് 1726 നിർമ്മിച്ച ഫോർട്ടാണ്. കണ്ടൊരു കുറവ് കാണാനുണ്ട്. 1726 നിർമ്മിച്ചൊരു ഫോർട്ടാണ്. എന്തിനാണ് നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പോയ ആംബർ ഫോർട്ടില്ലേ, ആ ആംബർ ഫോർട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഫാക്ടറിയാണ്, ക്യാനോൺ ഫാക്ടറിയാണ്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്യാനോൺ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല, സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോർട്ടൊക്കെ ക്ലോസ് ചെയ്യാനുള്ള ടൈമൊക്കെ ആയി. ഇവിടെ ഒന്നും ആരുമില്ല. ഇതാണ് നമ്മൾ നേരത്തെ പോയ ആംബർ ഫോർട്ടാണ്. കണ്ടില്ലേ, ചുറ്റാകെ ആ ഒരു ടൗണും ആ ഒരു സിറ്റിയെ കണ്ടില്ലേ. ഈ ആംബർ ഫോർട്ടിൻ്റെ വ്യൂ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ജയ്ഗർ ഫോർട്ടിൻ്റെ മേളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഈ ആംബർ ഫോർട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്
ഈ ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു കാനോൺ ഫാക്ടറിയും സംഭവങ്ങളും കൂടെയാണ്. പിന്നെ ഇതേപോലെ വാച്ച് ടവറുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ വാച്ച് ടവർ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇതിനപ്പുറത്തുണ്ട്. ആ വാച്ച് ടവറിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു ആംബർ ഫോർട്ടിലോട്ടുള്ള വ്യൂ കിട്ടും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവർക്ക് അങ്ങോട്ട് സേഫ്റ്റി കൊടുക്കാനും സംഭവങ്ങളെല്ലാം പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കണ്ടില്ല, ആ മലേൻ്റെ എല്ലാ മേളിലും ഉണ്ടോ, എല്ലായിടത്തും വാച്ച് ടവറൊക്കെ പോലെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ടോ, ഈ മലേൻ്റെ എല്ലാ മേളിൽ കൂടെ കോമ്പൗണ്ട് വാൾ പോകണുണ്ടോ. അതുകൊണ്ട് അവിടെ എല്ലാം കോമ്പൗണ്ട് വാളുകളുണ്ട്. ഇതൊരു പാലസ് കോംപ്ലക്സ് ആണ് എന്ന് പറയുന്നത്. ഇതാണ് ആംബർ പാലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംബർ ഫോർട്ട് എന്നും പറയാം. ഇതാണ് ആംബർ പാലസ്. അതിൻ്റെ ആ ഒരു പാലസിൻ്റെ കോംപ്ലക്സ് ആണ് ഈ ചുറ്റാകെ ഉള്ളത്. ഇത് അതിൻ്റെ സേഫ്റ്റി ബിൽഡിംഗ് ആണ് ഈ ഒരു ജയ്ഗർ ഫോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ അകത്തോട്ടൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഭയങ്കര അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെയുള്ളൂ കാണാനായിട്ട്. ഇവിടെ അധികം ആൾക്കാരും അങ്ങനെ വരുന്നില്ല, ഭയങ്കര ആൾ കുറവാണ്. നമ്മൾ താഴെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ചുറ്റിക്കറങ്ങി ഇവിടെ വരണമെന്ന് വെച്ചിട്ടായിരിക്കും ആരും വരുന്നില്ല. ഇങ്ങോട്ട് ആൾ കുറവാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവമല്ല. ഭയങ്കര താഴെ കണ്ട പോലെ കുറേ ആർട്ട് വർക്ക് അങ്ങനത്തെ സംഭവമല്ല. ഇത് സത്യം പറഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിയൊരു സാധനമല്ലേ. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ, കാനോൺ ഫാക്ടറി അങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ജയ്ഗർ ഫോർട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി. വലുതായിട്ട് കാണാനൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. 150 രൂപയായിരുന്നു ടിക്കറ്റ്. 150 രൂപയ്ക്കാണ് നല്ലത്. താഴെ ആംബർ ഫോർട്ടിൽ 52 രൂപയുള്ളായിരുന്നു ടിക്കറ്റ്. അതായിരുന്നു നല്ലത്. അതിൽ കാണാനും ഉണ്ടായിരുന്നു. ഇത് വലിയ ലൈക്ക് അടിച്ചില്ല, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ജസ്റ്റ് കറങ്ങി പെട്ടെന്ന് ഇറങ്ങി. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ച് തരാം കേട്ടോ. നമുക്കിനി ആ കാണുന്ന ആ റോഡിൽ വേണം എത്താൻ. ഇവിടുന്ന് മൊത്തം നടന്നിറങ്ങി ആ റോഡ് വരെ എത്തണം. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം ഗൈസ്. ഞാനങ്ങനെ തിരിച്ച് ജയ്ഗർ ഫോർട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു, കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ നടുക്കൊരു മഹൽ. ഇതാണ് ജൽ മഹൽ എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ ഉദയ്പൂരിൽ പോയപ്പോഴത്തേക്കും ഇതുപോലത്തെ കണ്ടില്ലായിരുന്നോ, മറ്റേ വെള്ളത്തിൻ്റെ നടുക്ക് ഇതുപോലെ 1-2 എണ്ണം. അതിൻ്റെ സെയിം ഡിസൈനിൽ കണ്ടോ, സെയിം അതുപോലെ തന്നെ ഇല്ലേ കാണാൻ. ആ കളറിങ്ങും എല്ലാം സെയിം തന്നെ. അപ്പോൾ ജൽ മഹലിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കണ്ടു. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ടില്ല. ലൈറ്റ് ഇല്ല എന്നോ എനിക്കറിയത്തില്ല. ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ല. ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ ഇതിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സെറ്റപ്പുകളാണ് ഇവിടെ മൊത്തം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ കച്ചവടങ്ങളും 2 സൈഡിലും നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. മഴക്കോളൊക്കെ ഉണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഈ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ. അതാണ് ജൽ മഹൽ എന്ന് പറയുന്നത്. ഇത് കാണാനായിട്ട് ഈവനിങ് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഇടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ ലൈറ്റിംഗ് ഒന്നുമില്ല. ഉണ്ടോ, സൈഡിൽ കുറേ കച്ചവടങ്ങളാണ്. ഈ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും തിരക്ക് കൂടി. നമ്മൾ ഈ ഒരു പാത്ത് വേ കൂടെ നടന്ന് ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ തിരക്ക് കൂടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ജൽമഹൽ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നത്. മുമ്പ് അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ബോട്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട്, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഇട്ട് ഇപ്പോൾ കുറച്ചുകൂടെ കാണാനൊക്കെ ഒരു അടിപൊളിയായി. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ധൃതിയില്ല. ഇവിടെ കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഇതുപോലെ നമുക്ക് രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെതാണ് ഇവിടെ കൂടുതലും. പിന്നെ കുറേ ചെറിയ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഫാൻസി കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ. അങ്ങനെ ജൽമഹലെല്ലാം കണ്ട്, ജൽമഹലും കണ്ടു കഴിഞ്ഞപ്പോൾ സമയം 7:30 അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് റൂമിൽ പോകാം. കാരണം ഇന്നിനി ബാക്കി ഇറങ്ങും പോയിട്ട് കാര്യമില്ല. പിന്നെ രാത്രിയായി, പിന്നെ നല്ല ക്ഷീണിച്ച്. കാരണം ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പം 6-7 മണിക്കൂറായിട്ട് നമ്മൾ ഫുള്ളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ജയ്പൂരിലെ ഒരുവിധം മെയിനായിട്ടുള്ള സ്ഥലങ്ങളുടെ പകുതിയോളം നമ്മൾ ഇന്ന് കവർ ചെയ്ത്. ഇതാണ് ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്ത് തന്നെ ഉണ്ട്. കുറേ സംഭവങ്ങൾ അടുത്തടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും കാര്യം നമ്മൾ കുറേ സംഭവങ്ങളൊന്ന് കണ്ട്. എനിക്ക് ഇന്നത്തെ ദിവസം ജയ്പൂർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കറിയണം. അപ്പം കമൻറ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതും മറക്കാതെ ഒന്ന് എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബൈ.